ഡൊണാൾഡ് ട്രംപ് എന്ന നൊബേൽ സമ്മാനം മോഹി കാരണം ലോകം നിന്ന് മൊത്തത്തിൽ പുകയുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ചുരണ്ടി, എന്നിട്ട് സ്വന്തം ചിലവിൽ സ്വന്തം ബോംബറുകൾ ഉപയോഗിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബോംബറുകൾ ഇട്ടു. അതിന് കിട്ടിയ തിരിച്ചടി ഖത്തറിലെ സൈന്യത്താവളത്തിലെത്തിയ ഇറാന്റെ മിസൈൽ വഴിയാണ്. ഇതോടെ ട്രംപിന്റെ അഹങ്കാരം ഒന്നടങ്ങി. അങ്ങനെ ഇസ്രായേലിനെ കൊണ്ട് ഇറാൻ യുദ്ധം ഒത്തുതീർപ്പാക്കി. കഴിഞ്ഞ 3 വർഷമായി റഷ്യ ഉക്രൈനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉക്രൈൻ കനത്ത തിരിച്ചടി നൽകുന്നുണ്ട്. ഉക്രൈനെ സഹായിക്കുന്നതിന് പകരം പുടിനുമായി ചങ്ങാത്തം കൂടാനും പിന്നെ തങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് വാങ്ങി ഉക്രൈന് കൈമാറാൻ മുക്കുകയാണ് ട്രംപിന് സമയം. ഈ ഒരു ഇരട്ടത്താ പറഞ്ഞ പുടിനാകട്ടെ ട്രംപുമായി അലാസ്കയ്ക്കപ്പുറം ഇനി ഒരു ചർച്ചയുമില്ല. ഉക്രൈനുമായി ഇനി തൽക്കാലത്തേക്ക് ഒരു സമാധാന കരാറുമില്ല, അജണ്ട ഒന്നുമില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ അതും പരാജയപ്പെട്ടു, പൊളിഞ്ഞു പാളീസായി. നോബൽ സമ്മാനം അടിച്ചെടുക്കാൻ 2 ടേമുകളിലായി ട്രംപ് നടത്തിയ സാഹസിക വീരകൃത്യങ്ങൾ വിവരിക്കുന്ന ഭാരിച്ച ദൗത്യത്തിലാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ്. അതിനിടയിലാണ് ഇന്ത്യ പാക് യുദ്ധം മധ്യസ്ഥതയിൽ നിന്ന് അവസാനിപ്പിച്ചതും വെടിനിർത്തൽ കൊണ്ടുവന്നതുമൊക്കെ തന്റെ ഇടപെടലാണെന്ന് ട്രംപ് വീണ്ടും വിരോധമടിച്ചത്. അതിന് ഇന്ത്യ ചുട്ട മറുപടി നൽകുകയും ചെയ്തു. തൊട്ടു പിന്നാലെ കളമാറ്റി പിടിച്ച ട്രംപ് ഉത്തര ദക്ഷിണ കൊറിയയിൽ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന് താൻ ഉത്തര കൊറിയൻ സൈനിക മേധാവിയായ കിം ജോങ് ഉന്നിനെ കാണാൻ ആഗ്രഹിക്കുന്നതായും ഉൻ തന്റെ ഏറെക്കാലത്തെ അടുത്ത സുഹൃത്താണെന്ന് വരെ പറഞ്ഞു കളഞ്ഞു. ഇനി ആ സംഘർഷം അവസാനിപ്പിക്കേണ്ട ശ്രമത്തിലാണ് ട്രംപ്. ദക്ഷിണ കൊറിയയിൽ US ഒരു സൈനിക താവളമുണ്ട്. അത് US വിലയ്ക്ക് വാങ്ങാൻ പോവുകയാണത്രേ. ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നിന്റെ ശല്യം ഒന്ന് ഒതുക്കി തീർക്കാനായിട്ട് ഈ സ്ഥലം തങ്ങൾക്ക് വിട്ടു നൽകണമെന്നാണ് ഇപ്പോൾ ട്രംപ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം ഏഷ്യയിൽ കയറി ട്രംപ് അടുത്ത വെടിയും പൊട്ടിച്ചു. അതും ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് പോരാഞ്ഞിട്ട്. എവിടെയാണ് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടുവെന്ന പ്രസ്താവന ട്രംപ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ശത്രുരാജ്യത്തിന്റെ 5 അല്ല 7 യുദ്ധവിമാനങ്ങൾ നിലത്ത് വീണു ആ യുദ്ധത്തിനിടയിൽ എന്നാണ് ഇപ്പോൾ ട്രംപ് വീരവാദം പറയുന്നത്. തന്റെ ഇന്റലിജൻസ് ഏജൻസിക്കാർ കണ്ടെത്തിയാണത്രേ. എന്നാൽ ഏത് രാജ്യത്തിന്റെ വിമാനമാണ് അങ്ങനെ നിലത്ത് വീണതെന്നും ഏത് രാജ്യത്തിന്റെ വിമാനങ്ങളെ അടിച്ചിട്ടതെന്നും ഒന്നും ട്രംപ് പറയാൻ മുന്നിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കേണ്ടിരുന്ന ആണവ യുദ്ധം താൻ ഇടപെട്ട് ഒഴിവാക്കിയെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. കാരണം ഈ വിഷയം ലൈവായി ഇരുന്നാൽ മാത്രമേ ട്രംപിനെ ആരെങ്കിലുമൊക്കെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുകയുള്ളൂ. അത് ട്രംപിനും വൈറ്റ് ഹൗസിനും വ്യക്തമായി അറിയാം. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുമെന്ന് താൻ ഭീഷണിപ്പെടുത്തിയതായും ഇതിൽ ഇന്ത്യയും പാകിസ്ഥാനും വീണുവെന്നുമാണ് ട്രംപ് പറയുന്നത്. ഒരുപക്ഷെ അതിൽ പാകിസ്ഥാന്റെ ഭാഗം ശരിയാകാം. കാരണം പാകിസ്ഥാനിൽ എണ്ണ കുഴിച്ചെടുക്കുന്ന അടക്കമുള്ള വൻതോതിലുള്ള നിക്ഷേപമാണ് ഈ ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചതിന് പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചതും ട്രംപിന്റെ ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് ഉറപ്പ് നൽകിയതും. 2-3 തവണയാണ് പാക് സൈനിക മേധാവി അസീം മുനീറിനെ ട്രംപ് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തതും. അപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയല്ല ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്നത്, പാകിസ്ഥാന്റെ സൈനിക മേധാവിയാണ്. യുദ്ധത്തിൽ തോറ്റ ഫീൽഡ് മാർഷൽ അസീം മുനീറാണ് ഇപ്പോൾ ട്രംപുമായുള്ള ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂരിടെ പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങൾ തങ്ങൾ തറയിലിറക്കി എന്നാണ് ഇന്ത്യൻ എയർ ചീഫ് മാർഷൽ അമർപ്രീത് കഴിഞ്ഞ മാസം പ്രസ്താവിച്ചത്. ഇതിന് പിന്നാലെയാണ് ആഴ്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പുതിയ പ്രസ്താവന. അതായത് 5-ന് പകരം 2 വിമാനങ്ങൾ ട്രംപ് കൂട്ടിച്ചേർത്ത് പട്ടികയിൽ അങ്ങനെ 7 ആക്കി. എന്തായാലും ഇന്ത്യ 5 പാക് വിമാനങ്ങളെ തകർത്ത് താഴെ ഇറക്കിയിരുന്നു. അത് വസ്തുതയാണ്. ഇനി 2 വിമാനങ്ങളുടെ കാര്യം അത് ട്രംപിനെ അറിയാവും. ട്രംപ് ഈ അവകാശവാദം ഉന്നയിക്കുന്നതിന് മറ്റൊരു പ്രധാന കാരണമുണ്ട്. എന്താണ്? ഓഗസ്റ്റ് 26 മുതൽ ട്രംപ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ അധിക താരിഫ് നിലവിൽ വരും. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് ഇന്ത്യയുമായി ഒരു ചർച്ചയ്ക്ക് വട്ടമൊരുക്കണം, ഇന്ത്യയെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരണം. കാരണം റഷ്യൻ എണ്ണ വാങ്ങുന്നതിനാണ് ഇന്ത്യക്കിട്ടുള്ള ഈ ഉപരോധം, താരിഫുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ നൽകിയ മറുപടി എന്താണ്? എവിടെ നിന്ന് എണ്ണ വില കുറച്ച് കിട്ടുമ്പോൾ തങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിരിക്കും. അത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ അവകാശമാണ്, അവരുടെ ഊർജ്ജ സംരക്ഷണത്തിനുള്ള നടപടിയാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ കാര്യമായ മറുപടി കിട്ടിയ ട്രംപ് പിന്നൊന്നും മിണ്ടിയിട്ടുമില്ല. താരിഫ് പിൻവലിക്കാനായിട്ട് ഇന്ത്യയെ കൊണ്ടുവന്ന് ചർച്ചയുടെ മേശപ്പുറത്ത് കൊണ്ടിരുത്തണം. എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ വിളിച്ച്
ഉക്രൈനുമായുള്ള ഒരു സമാധാന കരാറിലെത്തണം. എന്നാൽ മാത്രമേ ട്രംപിന് നോബൽ സമ്മാനത്തിലേക്ക് അപേക്ഷിക്കാനുള്ള ആ അപേക്ഷാ ഫോമിന്റെ അവസാനത്തെ 2-3 കോളങ്ങൾ പൂരിപ്പിക്കാനാകൂ. അത് തന്നെ കാര്യം. എന്തായാലും ഇന്ത്യ പറയുന്നത് ട്രംപിന്റെ ഈ ഒരു ഇടപെടൽ, ഈ ഒരു ലക്ഷ്യം, അത് ട്രംപിനും ഒരു ലക്ഷ്യമായിരിക്കാം, പക്ഷേ അത് വെറുമൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കുമെന്നാണ്. ലോകം കണ്ട ഏറ്റവും വലിയ പൊതുലാക്രമണമായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ കഴിഞ്ഞ മാസം അയച്ചുവിട്ടത്. അത് ട്രംപ് വളരെ വ്യക്തമായി ഓർത്തിരിക്കണം. കാരണം ഇന്ത്യ എന്നാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പാമ്പ് തന്നെയാണ്. അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇനി നമ്മുടെ കാലാവസ്ഥ, രാഷ്ട്രീയ പ്രതിരോധ കാലാവസ്ഥ അനുസരിച്ച് മാത്രമേ ഇന്ത്യക്കും പറയാനാകൂ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച